എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചക്ക വെച്ചുള്ള ഫുഡ് ഐറ്റംസ് ആണ് ട്രെൻഡിങ്. അതുപോലെ തന്നെ ചക്കക്കുരു വെച്ച് നമുക്കൊരു കട്ട്ലൈറ്റ് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലൈറ്റാണ് ഇത്. ഇതിനായിട്ട് ഒരു 10-20 ചക്കക്കുരു ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്ത ചക്കക്കുരുവാണ്. നല്ലപോലെ വെന്തുടഞ്ഞിരിക്കുന്ന ചക്കക്കുരുവാണ്. ഇനി അതിൻ്റെ കൂടെ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 1-2 പച്ചമുളക്, വലിയൊരു എരി ആവശ്യത്തിനുള്ളത്. പച്ചമുളക് ഇട്ടാൽ നല്ലതാണ്. പച്ചമുളക് നല്ലതായിട്ട് അരിഞ്ഞിരിക്കുന്നു. പിന്നെ ഇഞ്ചി, പിന്നെ വലിയൊരു ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ കറിവേപ്പില. ഇനി നമുക്ക് ഏതൊക്കെ പൊടികളാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ തൊട്ട് 1 വരെ ഇടാം നമുക്ക് എരിയുടെ അനുസരിച്ച്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് ആവശ്യം. ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ മിക്സിയിലിട്ട് ചക്കക്കുരു പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഒന്ന് കറങ്ങുമ്പോൾ തന്നെ പൊടിഞ്ഞു കിട്ടും, കാരണം നല്ലപോലെ പുഴുങ്ങിയിരിക്കുന്ന ചക്കക്കുരു ആയതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ആദ്യം ഒന്ന് കടുക് വറുത്തു. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും കൂടി നമ്മളൊന്ന് വഴറ്റിയെടുത്തായിരുന്നു ആദ്യം. അതിലേക്ക് 5-6 കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അധികം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഒന്ന് അതിൻ്റെ ഒരു നിറം ഒന്ന് മാറിയാൽ, പച്ച രുചി ഒന്ന് മാറി കിട്ടിയാൽ മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കാം. ഇനി ഞാൻ അത്യാവശ്യം വലിയൊരു ബോളിലോട്ട് ഞാൻ ഈ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് ഉടച്ചു കൊടുത്തു. അതിലേക്ക് മിക്സിയിൽ വെച്ചടിച്ച ചക്കക്കുരു പുഴുങ്ങിയത് അടിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. നല്ലതുപോലെ ഇവ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കടുക് വറുത്തതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇടുക. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പൊടികളെല്ലാം കൂടെ ചേർക്കാം. എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്താൽ മതി. എരി കുറവാണെങ്കിൽ, അതായത് ഒന്ന് വായിൽ വെച്ച് നോക്കണം. എരി ആവശ്യമുള്ളവർ കുറച്ചുകൂടെ മുളക് പൊടി ഇടണം. പിന്നെ നമുക്ക് ഉപ്പിടാം. ഉപ്പ് അവസാനം ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യം എല്ലാത്തിനും ഉപ്പൊക്കെ ഇട്ട് പുഴിയും കഴിഞ്ഞാൽ ഉപ്പിന്റെ പാകം നമുക്കറിയാതെ പോകും. അവസാനം കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കി നോക്കുക. ഇപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിൽ പരത്തിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു അടപ്പെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൽ കുറച്ച് എണ്ണയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട്ലൈറ്റിന്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഷേപ്പ് ആക്കി എടുക്കത്തില്ല, അടപ്പൊക്കെ വെച്ച്. പാത്രം നല്ല വട്ടത്തിലുള്ള പാത്രം വെച്ച്. അതുപോലെ ഞാനിവിടെ അടപ്പെടുത്തിരിക്കുന്നേ ഉള്ളൂ. ചെറിയ കുഴിയിലുണ്ടെങ്കിൽ അതായാലും മതി. നമ്മുടെ ഷേപ്പിനനുസരിച്ചുള്ള ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കട്ട്ലൈറ്റ് ആക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ആക്കിയെടുക്കാം. നമ്മുടെ കൂട്ടെല്ലാം ആ ഷേപ്പിന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. ഏത് എണ്ണയോ എടുക്കാം. പിന്നെ ഒരു 1-2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഞാൻ എടുക്കുന്നത് ഓട്സ് ആണ്. പുരട്ടി എടുക്കാൻ എടുക്കുന്നത് ഓട്സ് ആണ്. നമുക്ക് റവയോ ബ്രെഡിന്റെ പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഓട്സ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇത് ആദ്യം ഇതുപോലെ മുട്ടയിൽ മുക്കി ഈ ഓട്സിൽ കൂടെ മുക്കിയിട്ട് നമുക്ക് പാനിലോട്ട് ഇടാം. അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. എണ്ണയിൽ ഇങ്ങനെ മുങ്ങി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചൊന്ന് എണ്ണ പാനിലിട്ടാൽ മതിയായിരിക്കും. ഞാനത് അത്രയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും എണ്ണ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഓട്സിൽ മുക്കിയിട്ട് നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
ഒരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുത്ത് കിട്ടിയാൽ മതിയായിരിക്കും. പിന്നെ അത് തിരിച്ചിടണം. ഒരുമാതിരി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വന്ന് തിരിച്ചിടാം. ഒത്തിരി അങ്ങ് മുക്കേണ്ട കാര്യമില്ല. ഓട്സ് നല്ല ക്രിസ്പി ആകുന്ന ടൈമിൽ നമുക്കിത് മാറ്റിയെടുക്കാം. അകം അങ്ങ് വെന്തോളും. അകം ഓൾറെഡി ഫ്രൈ ആയിക്കോളും. എന്നിട്ട് ഇവ നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു കട്ട്ലേറ്റ് റെഡി ആയിരിക്കുകയാണ്. വളരെ നല്ല ടേസ്റ്റാണിത്. ഞാൻ ഓർത്തു ഏത് രുചിയായിരിക്കും എന്നുള്ള ടെൻഷനിലാണ് ഉണ്ടാക്കി നോക്കിയത്. പക്ഷെ നല്ല രുചിയായിരുന്നു കട്ട്ലേറ്റിന്. നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഈ ചക്കക്കുരു കട്ട്ലേറ്റ് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.